ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് വർക്കൗട്ട് മീൽ. പക്ഷെ എന്നാൽ ഡയറ്റ് പ്ലാൻ വെച്ചിട്ട് ഉള്ള പോസ്റ്റ് വർക്കൗട്ട് മീൽ അല്ല ഇത്. അതിനകത്ത് കുറച്ച് ഐറ്റങ്ങളേ ഉള്ളൂ. ആക്ച്വലി ഡയറ്റ് പ്ലാൻ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും കൃത്യമായിട്ടുള്ളത്. ആശാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഉറക്കം കിട്ടാത്തതുകൊണ്ട് എല്ലാത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഓവർനൈറ്റ് ഓട്സ് ഉണ്ട്, 3 ഓൾ-എഗ്, 1 എഗ് വൈറ്റ്, പിന്നെ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് എടുത്തിട്ടുള്ള മാംഗോ ആണ്. അപ്പോൾ ഒരു 350 ml വാട്ടറിൽ 1 സ്കൂപ്പ് വേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 times ആണ് വേ പ്രോട്ടീൻ ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്, കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ 1 സ്കൂപ്പ് വേ എടുക്കുന്നു. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഇത് വർക്കൗട്ടിന് ശേഷം എത്ര വേഗം എടുക്കാൻ പറ്റുന്നു അത്ര വേഗം കഴിക്കാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പ്രോട്ടീൻ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് 2 അഭിപ്രായമുണ്ട് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നതിനെ പറ്റി. അതൊക്കെ അവരവൻ്റെ ഇഷ്ടം അനുസരിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ എടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ബോഡിയിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ നമ്മുടെ ഒരു ചലഞ്ച്. പിന്നെ എല്ലാവരുടെയും അഭിപ്രായപ്രകാരം വർക്കൗട്ട് പ്ലാൻ, കാരണം വീഡിയോ കാണുന്ന ആളുകൾക്ക് പ്രയോജനം ഉണ്ടാവണം. അപ്പോൾ നാളെ മുതൽ ചെയ്യുന്ന വർക്കൗട്ടുകൾ എന്താണ്, അത് എത്ര സെറ്റാണ് ചെയ്തത്, ഏതൊക്കെ വർക്കൗട്ട്സാണ്, അതിൻ്റെ ഫോം, എത്ര വെയിറ്റാണ് എടുക്കുന്നത്, എത്ര റെപ്സ് ഉണ്ട്, അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നാളെ മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ക്രിയേഷനൊക്കെ ആയിട്ട് നല്ല ടൈം എനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ റെസ്റ്റ് ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അതൊന്ന് ട്രാക്കിലേക്കായി വരാൻ കുറച്ച് സമയമെടുക്കും. എനിവേ, ഇപ്പം ഞാൻ എടുക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ്, കാരണം ഇന്നലെ ഓൾറെഡി അത് എടുത്തിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ സ്റ്റോറീസൊക്കെ കണ്ടവർക്കറിയാം, ഇന്നലെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അത് ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും ഇടുന്നത്. ഡയറ്റ് പ്ലാൻ വേണ്ടവർക്കും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എനിവേ, അതും കൂടെ കയറി കാണുക. അപ്പോൾ നമുക്ക് കഴിക്കാം. ആദ്യം തന്നെ പ്രോട്ടീൻ പൗഡർ. ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ 350 ml വാട്ടറിൽ മിക്സ് ചെയ്തത്. വെള്ളം കൂടി കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല, അല്ല കുടിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് ഫിനിഷായി. ഇനിയും നമുക്ക് എഗ്ഗ്, 3 ഓൾ-എഗ്ഗാണ് കഴിക്കേണ്ടത്. മൊത്തം 15 എഗ്ഗാണ് ഒരു ഡേ എൻ്റെ ശരീരത്തിൽ കയറേണ്ടത് എന്നാണ് ആശാൻ പറഞ്ഞത്. 15 എഗ്ഗൊക്കെ എനിക്ക് ടാസ്ക്കാണ്. അതിൽ തന്നെ 3 ഓൾ-എഗ്ഗ്, ബാക്കിയെല്ലാം എഗ് വൈറ്റ്. പക്ഷേ അതൊക്കെ ബോയിൽ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. പിന്നെ പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് എടുക്കാൻ പറ്റുന്നത് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. ചിക്കൻ ബ്രസ്റ്റ് പ്രിപ്പറേഷനും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ഹൈ പ്രോട്ടീനാണ്. ഇതൊക്കെയാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുട്ടയിൽ നിന്നും കൂടെ കുറച്ച് ഓവർനൈറ്റ് ഓട്സും കൂടെ കഴിച്ചു കൊടുക്കുകയാണ്. ടേസ്റ്റ് പോരാ. ഇന്നലെ ഉണ്ടാക്കിയപ്പം ഹണിയുടെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ട്, ഡേറ്റ്സിൻ്റെ അളവും കുറഞ്ഞു പോയിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു മധുരം ഫീൽ ചെയ്യുന്നില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹൈ പ്രോട്ടീൻ ഓട്സ് ആണ്. അത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏതാണ് എന്നുള്ളത്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാധനമാണ്.
അപ്പോൾ എല്ലാവർക്കും ഓട്സ് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിഷ്ടമാണ്, അപ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ മാംഗോ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. പക്ഷേ ഇത് അധികം എടുക്കാൻ പറ്റില്ല, ഇത് ഉടനെ തന്നെ സ്റ്റോപ്പ് ആവും. പേരയ്ക്ക എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനാർ, നമ്മുടെ മാതള നാരങ്ങ, അത് ആവശ്യം പോലെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുക്കുംബർ, ബോഡി ഹീറ്റ് ആവുന്നതുകൊണ്ട് കുക്കുംബർ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെടുത്തു. ഞാൻ യൂസ് ചെയ്യുന്ന വേ പ്രോട്ടീൻ അതെൻ്റെ ഇൻബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് യൂട്യൂബിൻ്റെ ബാക്കി ടൈംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും അത്ര കാര്യമായിട്ട് അറിയില്ല. ആദ്യം തുടങ്ങിയ ചാനലിനകത്ത് കോപ്പിറൈറ്റ് ഒക്കെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാക്കി വീഡിയോസൊന്നും എനിക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് പുതിയ ചാനൽ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലേബലും കാര്യങ്ങളും പേരും ഒക്കെ ഇതിനകത്ത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയാത്തതുകൊണ്ട് ഇൻബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ട്. നല്ല ബ്രാൻഡുകളുടെ അവർ അവകാശപ്പെടുന്ന പെർസെൻറ്റേജും ആക്ച്വലി എത്ര പ്രോട്ടീൻ കണ്ടൻറ്റ് അതിനകത്തുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഞാനൊന്ന് കഴിച്ച് തീർക്കട്ടെ. കുറച്ച് ടാസ്ക്കാണ്, സമയമെടുത്ത് സ്ലോലി ആണ് കഴിക്കണത്. പിന്നെ എനിക്ക് 6 മീലാണ് കേട്ടോ. എനിക്ക് വെയിറ്റ് ഗെയിനിങ് ആണ്. അപ്പം കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് 6 ടൈംസ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ എപ്പോഴാണ് എണീക്കുന്നത് അപ്പോഴാണ് ഫുഡ് പിന്നെ സ്റ്റാർട്ട് ചെയ്യണത്. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാം. കുറച്ച് എഡിറ്റിംഗ് കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ, അറ്റ്ലീസ്റ്റ് 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഈ ദിവസം വരെ കൃത്യമായിട്ടുള്ളൊരു സ്ലീപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. എനിവേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. നാളെ മുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വർക്കൗട്ട് പ്ലാന് ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.